അപ്പോൾ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പ്രതീക്ഷിച്ചതുപോലെ തന്നെ, എന്നാൽ ഇത്രയും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തെങ്കിലും മെച്ചം UDF ഉണ്ടാകുമെന്നേ കരുതിയിരുന്നുള്ളൂ. ഞാൻ പല വീഡിയോകളിലും നേരത്തെ എല്ലാവരോടും, സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്ന എല്ലാവരോടും ഞാൻ ആവശ്യപ്പെട്ടിരുന്നതാണ്, യാതൊരു കാരണവശാലും തുടർച്ചയായ ഭരണം ഒരു മുന്നണിക്കും കൊടുക്കരുത്. കാരണം അധികാരം മനുഷ്യരെ ദുഷിപ്പിക്കും, ഏകാധിപത്യത്തിലോട്ട് പോകും. മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവരല്ല ആരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നിലനിൽക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായാൽ അതിന്റെ ഗുണമെന്ന് പറയുന്നത് BJPയുടെ വളർച്ചയാണ്. അപ്പോൾ കോൺഗ്രസ് ഭരണം അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ഇവിടെ ഇല്ലാതാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പിണറായി വിജയനാണ്. പിണറായി വിജയൻ അതായത് കോൺഗ്രസിനെ ഇല്ലാതാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ആ കോൺഗ്രസ് ഇല്ലാതായാൽ പിന്നെ ആരാണ് ഇവിടെ വരുന്നത്? വർഗീയ ഫാസിസ്റ്റ് ശക്തികളായ സംഘപരിവാർ ശക്തികളും കൃസംഗികളുമായിരിക്കും. അത് മനസ്സിലാക്കിയാണ് പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും കോൺഗ്രസിനോടുള്ള വിരോധം കൊണ്ട്, BJPയോടുള്ള അനുഭാവം കൊണ്ട്, അവരോടുള്ള അടിമത്ത് മനോഭാവം കൊണ്ടാണ് പിണറായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ലോകത്തുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയാത്ത കാര്യമാണ്. പാർട്ടിക്കകത്ത് തന്നെ ഈ പിണറായി വിജയനോട് എതിർപ്പുണ്ട്. പക്ഷേ ആളുകൾ മിണ്ടാതിരിക്കുന്നതാണ്. സഖാക്കളെല്ലാം പാർട്ടിയുടെ ആ ചട്ടക്കൂട്ടിനകത്ത് നിന്ന് പ്രവർത്തിക്കുന്നവരാണവർ. എന്തായാലും ശരി, പ്രവർത്തകരെല്ലാം ഇപ്പൊ ചെയ്തതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പാർട്ടിയെ പരാജയപ്പെടുത്തണം. കാര്യം പാർട്ടിയെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ പാർട്ടിക്ക് വളർച്ചയുണ്ടാവുകയുള്ളൂ. അത് വീണ്ടും LDF ഭരണത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അത് BJP സംഘപരിവാർ ശക്തിയുടെ വളർച്ചയിലേക്കാണ് പോകുന്നത്. അത് മനസ്സിലാക്കി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFനെ വിജയിപ്പിക്കണം. UDF 5 വർഷം ഭരിക്കട്ടെ. UDFും LDFും മാറി മാറി ഭരിച്ചാൽ മതി കേരളം. അല്ലാതെ ഈ സംഘപരിവാർ ശക്തികൾ അറിയാമല്ല, നമ്മൾ എവിടെയായിരുന്നാലും ശരി, ബുൾഡോസർ രാജ്, അല്ലാത്ത രാജ്, വർഗീയ കലാപം, ഇതെല്ലാം അവരുണ്ടാക്കും. ആർക്കും സമാധാനമായി വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ ഒക്കില്ല. മതസൗഹാർദ്ദം ഇല്ലാതാവും. മതസൗഹാർദ്ദം ഇല്ലാതാക്കാൻ ഈ വെള്ളാപ്പള്ളിയൊക്കെ ശ്രമിച്ചപ്പോ അതിന് കുട ചൂടിക്കൊടുത്ത മനുഷ്യനാണ് ഈ പിണറായി വിജയൻ. ഏതെല്ലാം തരത്തിലാണ് ഈ പിണറായി വിഷം ചീറ്റി, അല്ല ഈ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ വിഷം ചീറ്റിയത്. വെള്ളാപ്പള്ളി നടേശന് സ്വന്തം സ്റ്റേറ്റ് കാറിൽ, മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റിയിരുത്തി കൊണ്ടുപോയി പൊന്നാട അണിയിച്ച അന്ന് കേരള സമൂഹം വിലയിരുത്തി. കാരണം മലപ്പുറം ജില്ലയിലൊക്കെ LDFുകാർ ആവശ്യം പോലെ ഉണ്ട്. കൂടുതൽ മുസ്ലിങ്ങൾ ഒരുപാട് പേര് LDFുകാരാണ്. പക്ഷേ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എങ്ങനെയാണ് LDFിന്റെ ബാക്കിൽ നിൽക്കുന്നത്? വർഗീയ വിഷം ചീറ്റയാണ്. മുസ്ലിങ്ങളെ അപ്പാടെ എന്ത് വർഗീയവാദിയാണ്, പാകിസ്ഥാനാണ്, അവിടെ ഹിന്ദുക്കൾക്ക് ജീവിക്കാനൊക്കില്ല, മുസ്ലിങ്ങൾക്ക് മാത്രമേ ജീവിക്കാനൊക്കൂ എന്നൊക്കെ ഇത്രയും പച്ചയായിട്ട് വർഗീയം പറയുന്ന ഒരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അയാൾ നവോത്ഥാന നായകനാവുന്നത് എങ്ങനെയാണ്? എന്താണ് വിരോധാഭാസം? എന്തായാലും ശരി, ശരിക്കുള്ള മറുപടിയാണ് കേരള ജനത കൊടുത്തിരിക്കുന്നത്. ഈ 3 പതിറ്റാണ്ട് കാലത്തെ ഇലക്ഷൻ സംവിധാനത്തില് LDFന് പരിപൂർണമായ ആധിപത്യം ഉണ്ടായിരുന്നതാണ് ഗ്രാമപഞ്ചായത്തുകൾ. 30 വർഷമായിട്ട് അതിനാണ് മാറ്റം ഉണ്ടായിരിക്കുന്നത്. 404 കൂടുതലായി ഈ ഗ്രാമപഞ്ചായത്തുകൾ UDF ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ LDF ആദ്യമായി 365, 366 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. NDAക്ക് നേട്ടമുണ്ട്. അവർ 32 ഗ്രാമപഞ്ചായത്തിൽ ലീഡ് ചെയ്തിരിക്കുകയാണ്. മലപ്പുറത്ത് നിന്നാണ് എടുക്കാനുള്ളത്. ഞാൻ ഇന്നലെയും മെനയാന്നും ഒക്കെ വീഡിയോ ചെയ്താൽ പറഞ്ഞാണ്, ഏറ്റവും കൂടുതൽ വീറും വാശിയും നടന്ന തെരഞ്ഞെടുപ്പ് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ മുനിസിപ്പാലിറ്റിയില് 32 മുനിസിപ്പാലിറ്റിയാണ് മലപ്പുറം ജില്ലയിലെ. 31 എണ്ണവും UDF ആണ് നേടിയിരിക്കുന്നത്. ഒരെണ്ണം LDFന് കിട്ടി. അപ്പോൾ അത് മനസ്സിലാക്കണം. NDA അവിടെ ഒന്നുമല്ല. ഹിന്ദുക്കളുമുണ്ട്, ക്രിസ്ത്യാനികളുമുണ്ട്, മുസ്ലിങ്ങളുമുണ്ട്. അവരെല്ലാം ഒരേപോലെ ചിന്തിച്ചു. മലപ്പുറത്തിനെ ആക്ഷേപിക്കാനും മലപ്പുറത്തിനെ വികൃതമാക്കാനും ശ്രമിച്ച LDFനും NDAക്കാരനും ശക്തമായ രീതിയിലാണ് അവർ തിരിച്ചടി കൊടുത്തിരിക്കുന്നത്. അത് മനസ്സിലാക്കി മലപ്പുറത്തിനെ കണ്ടുപഠിക്കണം. മലപ്പുറത്തിനെ കണ്ടുപഠിക്കണം. എങ്ങനെയാണ് തിരിച്ചടിക്കേണ്ടത്? ജനങ്ങൾ സത്യസന്ധമായി ആവേശത്തോടു കൂടി പോളിംഗ് സ്റ്റേഷനുകളിൽ പോയി അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം മലപ്പുറമാണ്. മലപ്പുറത്തിന് എത്ര പ്രശംസിച്ചാലും അത് ഒരു കൂടുതലായി തോന്നുകയില്ല. എന്തായാലും ശരി, സാദിഖ് അലി ശിഹാബ് തങ്ങളും മുനവർ അലി ശിഹാബ് തങ്ങളും ഈ കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും സമദാനിയും KM ഷാജി കുറച്ചുകൂടെ സംസാരത്തിൽ മിതത്വം പാലിക്കണം.
KM ഷാജി എല്ലാം ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചു. അതിന്റെ പരിണിത ഫലമാണ് UDF ഒറ്റക്കെട്ടായി നിന്നു. ഇനിയും കൂടുതലായി ഒറ്റക്കെട്ടായി. ഇത് കണ്ടിട്ട് UDF-ഉം കോൺഗ്രസിലെ ചില പറഞ്ഞ കിളവന്മാരായ നേതാക്കന്മാരും അഹങ്കരിക്കരുത്. ഇതൊക്കെ ഒരു പാഠമാണ്. ഇത് പാഠം നമ്മൾ പഠിച്ചു തന്നെ മുന്നോട്ട് പോകണം. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും കോൺഗ്രസ്സുകാരെ നിർത്തിക്കളയാം, ഈ നിയമസഭാ സീറ്റുകളെല്ലാം പിടിച്ചെടുക്കാം എന്നുള്ളത് കാണിക്കരുത്. നിങ്ങൾ കഴിയുന്നത്ര LDF-ലുള്ള ഘടകകക്ഷികളെ വീണ്ടും നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. UDF വിശാലമാക്കണം. UDF-നെ നിലനിർത്തി കൊണ്ടുപോകണം. അതായത് ചില സീറ്റുകൾ കോൺഗ്രസ് വിട്ടുകൊടുക്കണം ബാക്കിയുള്ള ഘടകകക്ഷികൾക്ക് വേണ്ടി. അതായത് മനസ്സിലാക്കാനുള്ളത്, ഈ രണ്ടാം സ്ഥാനത്തുള്ള മുസ്ലിം ലീഗ് പോലും എപ്പോഴും കോൺഗ്രസിനെയാണ് നിലനിർത്തി കൊണ്ടുപോകുന്നത്. കോൺഗ്രസിനെ ഏത് രീതിയിലും പൊക്കിക്കൊണ്ടുപോകാനാണ് എഴുത്തി കാണിക്കാൻ മുസ്ലിം ലീഗ് ശ്രമിച്ചിട്ടില്ല. പക്ഷെ ചില കോൺഗ്രസ്സുകാരുണ്ട്, ചില തെണ്ടി കോൺഗ്രസ്സുകാർ. ഞാൻ പഴയ ഒരു കോൺഗ്രസ്സുകാരാണ്, പക്ഷെ ഞാൻ പറയാതിരിക്കാൻ നോക്കില്ല. ചില വർഗീയവാദികളായ കോൺഗ്രസ്സുകാരുണ്ട്, അവരെ നിങ്ങൾ ശ്രദ്ധിക്കണം. അവര് ചില ആൾക്കാർ മുസ്ലിം ലീഗിനെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ചില ജില്ലകളിൽ മുസ്ലിം ലീഗിലെ, പണ്ട് തിരുവനന്തപുരം ജില്ലയിൽ മുസ്ലിം ലീഗ് 2 സീറ്റ് കൊടുക്കുമായിരുന്നു. ഒന്ന് തിരുവനന്തപുരം സിറ്റിയിൽ കൊടുക്കുമായിരുന്നു, ഒന്ന് കഴക്കൂട്ടത്ത് കൊടുക്കുമായിരുന്നു. കൊല്ലം ജില്ലയിൽ 1 സീറ്റ് കൊടുക്കുമായിരുന്നു. അതൊന്നും ഇപ്പൊ കൊടുക്കുന്നില്ല. അപ്പോൾ അവരെ ഒതുക്കിക്കളയാമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ UDF ക്ഷീണിക്കുന്നത്. അങ്ങനെ ക്ഷീണം ഉണ്ടാകരുത്. ഇപ്പൊ കണ്ടില്ലേ പിണറായി വിജയൻ എങ്ങനെയാണ് ജോസ് കെ മാണിയെ നിലനിർത്തിക്കൊണ്ടു സ്വന്തം സീറ്റുകൾ കൊടുത്താണ്. അത് കണ്ടുപഠിക്കണം. അതായത് ഈ കഴിവുകെട്ട നേതൃത്വം ഉണ്ടാവരുത്. UDF-നാവട്ടെ കോൺഗ്രസിനാവട്ടെ മുസ്ലിം ലീഗിന് ശക്തമായ നേതൃത്വം തന്നെയാണുള്ളത്. ചില തലയെക്കെട്ടുകാരായ താടി വെച്ചിട്ട് വന്ന് മുസ്ലിയാക്കന്മാരെന്ന് പറഞ്ഞ് വിഴുപ്പലക്കുന്നുണ്ട് ഇസ്ലാമിനെതിരെ, മുസ്ലിം സമുദായത്തിനെതിരെ. അത് മനസ്സിലാക്കാനുള്ളത്, നമുക്കും നമ്മുടേതായ ഒരു വിലയും നിലയുമുണ്ട്. മുസ്ലിം സമുദായത്തിന് വിലയും നിലയും നേടിക്കൊടുത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസവും അറിവും നേടിക്കൊടുത്തത് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിട്ട് മുസ്ലിം ലീഗ് എന്നുള്ള രാഷ്ട്രീയ കക്ഷിയാണ്. നമ്മളൊക്കെ ഇവിടെ നിന്ന് ഓരോരുത്തര് ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ടല്ലേ, അതിനുള്ള അവകാശവും അതിനുള്ള കഴിവും ഒക്കെ ഉണ്ടാക്കിയെടുത്ത മുസ്ലിം ലീഗ് എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. SDIP-യും ചെറുതായിട്ട് കാണണ്ട, അവരും നല്ല പാർട്ടി തന്നെയാണ്, ജനാധിപത്യ വിശ്വാസികൾ തന്നെയാണ്. ഈ സംഘികളും പറയുന്നത് പോലെ അവരെ ഭീകരന്മാരെന്നും മറ്റേതെന്നും മറിച്ചതെന്നും പറഞ്ഞ് അവരെ നിങ്ങൾ ആരും ഒഴിവാക്കരുത്. എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട്, കാരണം ഒരു സമുദ്രം എന്ന് പറയുന്ന സമുദ്രത്തിലേക്ക് പുഴകൾ ഒഴുകിച്ചെന്നാണ് അത് ചേരുമ്പോഴാണ് സമുദ്രമാവുന്നത്. അപ്പോൾ എല്ലാം അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ആരെയും തടയണ്ട. ആ ഒഴുക്കിനനുസരിച്ച് തന്നെ പൊയ്ക്കോട്ടെ. എല്ലാവരെയും ചേർത്ത് നിർത്തണം. കാരണം LDF-നും ഇവിടത്തെ LDF എന്ന് പറഞ്ഞാൽ ജനങ്ങളല്ല, LDF ഭരിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന അവർക്കെതിരെയും സംഘപരിവാർ ശക്തികൾക്കെതിരെയും ഈ ക്രിസംഖികൾക്കെതിരെയും ഉണ്ടായ ഒരു ജനവിധിയാണിത്. എല്ലാവരും ഒന്ന് മാനിച്ച് തെറ്റുകളും കുറ്റങ്ങളും മനസ്സിലാക്കി ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. എന്തായാലും സമ്മതിദാന അവകാശം ശരിയായ രീതിയിൽ വിനിയോഗിച്ചതിന് എല്ലാ കേരളത്തിലെ സംസ്കാര സമ്പന്നരായ ജനാധിപത്യ വിശ്വാസികളായ മതേതരത്തിൽ വിശ്വസിക്കുന്ന മതേതരം ഇവിടെ നിലനിന്ന് കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ പറഞ്ഞുകൊണ്ട്, അപ്പോൾ കോർപ്പറേഷൻ കേരളത്തിൽ നേരത്തെ UDF-നുണ്ടായിരുന്ന ആകെ ഒരൊറ്റ കോർപ്പറേഷനാണ്. ഇപ്പോൾ 4 കോർപ്പറേഷനിൽ അവർ ലീഡ് നേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണമാണ് LDF-ന്, ഒരെണ്ണം BJP തിരുവനന്തപുരം തലസ്ഥാന നഗരി അവർ പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ അവർ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞാൽ ആരുടെ കഴിവുകേടാണ്? അത് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ്റെ. പിണറായി ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി ഏതെങ്കിലും നല്ല ഒരു കഴിവുള്ള യുവജന നേതാവിനെ തന്നെ പാർട്ടിയുടെ നേതൃത്വം ഏൽപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കൂടെ വാക്ക് മാറുന്ന ഈ ഗോവിന്ദൻ മാസ്റ്റർ പോലുള്ള ഒരാള് പാർട്ടി സെക്രട്ടറി ആയിരിക്കാൻ യോഗ്യതയുള്ള മനുഷ്യനല്ല. അയാൾ എന്നാണ് പറഞ്ഞതാണ്. എല്ലാവരും ചിരിച്ച് മണ്ണ് കപ്പിയിട്ടുണ്ട് ആ സമയത്ത്. അതായത് RSS-ഉം BJP-യും ആയിട്ട് CPM-നുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെ മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പറഞ്ഞ് സംഗതി ശരിയാണ്. RSS-ഉം BJP-യും ആയിട്ട് മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയാനൊക്കില്ല. കോൺഗ്രസിനെ എതിർക്കാൻ ഏത് ചെകുത്താനുമായിട്ട് കൂടാന്നാണ് പണ്ട് EMS പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതല്ല, കോൺഗ്രസിനെ എതിർക്കാൻ ഏത് ചെകുത്താനുമായിട്ട് കൂടരുത്, അങ്ങനെ കൂടാൻ പാടില്ല. അങ്ങനെ കൂടിയതിന്റെ പരിണിത ഫലമാണ്
ഇന്ന് പിന്നെ ഈ BJP ഇരുന്ന് ഭരിക്കുന്നത് കേന്ദ്രത്തിൽ. നമുക്കറിയാം CPM-നും CPIക്കും ഏറ്റവും കൂടുതൽ സീറ്റ് ഉണ്ടായിരുന്ന കാലഘട്ടം നിങ്ങൾ ബാക്കിലോട്ട് നിങ്ങൾ ചെരിഞ്ഞു നോക്കണം. എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും അതിനെപ്പറ്റി ആലോചിക്കണം. കോൺഗ്രസിന്റെ ഭരണത്തിൽ UDF-ന്റെ കൂടെ, അതായത് NDA അല്ല UPA-യുടെ കൂടെ നിന്ന കാലത്താണ്. ആ സ്ഥലത്തൊക്കെ ഇന്ന് CPIക്കും CPM-നും എത്ര സീറ്റുണ്ട്? അപ്പൊ ഒത്തൊരുമിച്ച് നിൽക്കണം. കേരളത്തിൽ ഇപ്പോൾ രണ്ട് പ്രബല മുന്നണികൾ തമ്മിലാണ്. ശരി, അവർ ആശയ സമരം നടത്തി പിന്നെ അധികാരം പിടിക്കട്ടെ. അതിനിവിടെ വർഗീയത പിന്നെ താങ്ങാനായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും നടക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ശരി, സമ്പൂർണമായ ആധിപത്യം മുനിസിപ്പാലിറ്റി ആവട്ടെ, ഗ്രാമപഞ്ചായത്ത് ആവട്ടെ, ബ്ലോക്ക് പഞ്ചായത്താവട്ടെ, ജില്ലാ പഞ്ചായത്താവട്ടെ. ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞതിന് ഒരു ജില്ലാ പഞ്ചായത്താണ് UDF-ന് ഉണ്ടായത്. ഇന്ന് അത് 8ആണ്. CPIക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 6ആണ്. അപ്പൊ എല്ലാ സ്ഥലത്തും മേൽക്കൈ നേടിയിരിക്കുകയാണ് UDF. ഇത് കണ്ട് അഹങ്കരിക്കാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, പൈങ്കിളി കഥകൾക്ക് വേണ്ടി പോകാതെ, പിന്നെ ഏതെങ്കിലും യുവ നേതാക്കന്മാര് നല്ല നിലയിൽ ഉദിച്ചു ഉയർന്നു പൊങ്ങുമ്പോൾ അവരെ ഈഴ്ത്തി കാണിക്കാനും, അവരെ പിന്നെ കേസിൽ കുടുക്കി അതിനെ സപ്പോർട്ട് ചെയ്യാനും ഈ പിന്നെ വലിയ വലിയ നേതാക്കന്മാർ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഒത്തൊരുമിച്ചോടുകൂടി കെട്ടുറപ്പോടുകൂടി UDF-നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അടുത്ത ഭരണം പിടിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്നുമാണ് എനിക്ക് പറയാനുള്ളത്. അത് CPM-നോടോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള പിന്നെ വൈരാഗ്യമോ പിന്നെ ഇതൊന്നും അല്ല, പിന്നെ ശത്രുതയൊന്നുമല്ല. കാരണം അവർ 5 വർഷം അവർ പ്രതിപക്ഷത്തിരിക്കട്ടെ, പാർട്ടി വളർത്തട്ടെ, പാർട്ടികൾ വളർന്നു വരണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ വളരണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നിലനിൽക്കണം. അതുപോലെ തന്നെയാണ് കോൺഗ്രസും UDF-ഉം. UDF-ലുള്ള പാർട്ടികൾ എന്ന് പറഞ്ഞാൽ മെയിൻ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസും മുസ്ലിം ലീഗുമാണ്. അവരും നിലനിൽക്കണം, ഈ ഇടതുപക്ഷ ജനാധിപത്യം ഇവിടെ നിലനിൽക്കണം. അതിനുവേണ്ടി എല്ലാവരും ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി, മതേതരത്വം സംരക്ഷിക്കാൻ എല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ വിജയിച്ച സ്ഥാനാർത്ഥികൾക്കും മംഗളാശംസകൾ നേരുന്നു. തോറ്റവർക്കും ഇനിയും നിൽക്കാം, നിങ്ങൾക്ക് ജയിച്ചു വരാം. ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുന്നിട്ടിറങ്ങിയാൽ മതി, നിങ്ങൾക്ക് പരാജയം ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.